അങ്ങനെ എന്നാ പറയാ, ഒരു പ്രാവശ്യം അവര് അശ്വമേധം, അതായത് ഒരു രാജാവ് അവരെ ഹോഴ്സ് ഇങ്ങനെ ലൂസായി വിടും. ആ ഹോഴ്സ് എവിടെയൊക്കെ പോന്നോ അതൊക്കെ ആ രാജ്യത്തിൻ്റെതാണ് എന്നുള്ളൊരു എന്താ പറയുക ഒരു ഇവന്റ് ആണ് അശ്വമേധം എന്ന് പറയുന്നത്. അഥവാ വേറെ രാജ്യത്തിലാ പോയെങ്കിൽ ആ രാജ്യം എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ അവർ യുദ്ധം ചെയ്തിട്ട് ആരാ ജയിക്കാന്നുള്ള തീരുമാനിക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്താ പറയാ, ലവ് കുഷ് എന്ത് ചെയ്തു, ഈ ഹോഴ്സിനെ പിടിച്ചു. അങ്ങനെ ചോദ്യം ചെയ്യാൻ പോവും. അങ്ങനെ വാക്തർക്കമൊക്കെ ആയപ്പം ശ്രീരാമന് മനസ്സിലായി ലവ് കുഷ് ശ്രീരാമന്റെ മക്കളാണ്. അങ്ങനെ സീതയെ തേടി വന്നു. പക്ഷേ സീത തിരിച്ചിനി വരണമെങ്കിൽ പിന്നെയും അഗ്നി പരീക്ഷ ചെയ്യണം എന്ന് ശ്രീരാമനെ കൊണ്ട് പറയിപ്പിച്ചു അവിടുത്തെ ജനങ്ങൾ. പക്ഷെ ഇനി ഒരു അപമാനം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സീതാദേവി ഭയങ്കര വിഷമത്തോടെ അഗ്നി പരീക്ഷ ചെയ്തതിന് ശേഷം ഭൂമി ദേവിയോട് പ്രാർത്ഥിച്ച് ഭൂമി ദേവിന്റെ കൂടെ എന്താ പറയാ ഭൂമിയുടെ ഉള്ളിലേക്ക് പോയി എന്നാ പറയുന്നത്. അതിനുശേഷം ശ്രീരാമന്റെ വളരെ നല്ല എന്താ പറയാ ഭരണമായിരുന്നു. പക്ഷേ ഒരുപാട് കാലത്തിന് ശേഷം സീതാദേവി ഇല്ലാതെ ദുഃഖം കൊണ്ട് സരയൂ നദിയിൽ എന്താ പറയുക ഡ്രൗൺ ആയി ശ്രീരാമനും എന്ന സ്വർഗലോകത്തിലേക്ക് പോയി എന്ന കഥ. രാമായണം തീർന്നു.